മീറ്റ് ദ റിപ്പോർട്ടേഴ്സ് വിശദമായ വാർത്തകളിലൂടെ പോവുകയാണ്. തൃശൂരിൽ വോട്ട് ക്രമക്കേട് വിവാദം പുകയുന്നു. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കുമടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ട്. ആലത്തൂരിലെ RSS നേതാവ് ഷാജി വരവൂരിനും പാലായിലെ സുരേഷ് ഗോപിയുടെ അനുയായി ബിജു പുളിക്കക്കണ്ടത്തിനും കുടുംബാംഗങ്ങൾക്കും വിവിധ മണ്ഡലങ്ങളിൽ ഇരട്ട വോട്ടെന്ന് കണ്ടെത്തി. തൃശൂരിലെ ക്രമക്കേടിൽ പരാതി നൽകില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശവാദത്തിനെതിരെ LDFും UDFും ഇതിനോടകം രംഗത്തെത്തി. വോട്ട് ക്രമക്കേട് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടും കമ്മീഷൻ നടപടിയെടുത്തില്ലെന്ന് LDF ചീഫ് ഇലക്ഷൻ ഏജന്റ് KP രാജേന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളിലെല്ലാം അതിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ, ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്ന നിലയിൽ. ആ യോഗങ്ങളിലെല്ലാം കൃത്യമായി ഞങ്ങൾ രേഖാമൂലം കൊടുത്ത പരാതികൾ, അതിൻ്റെ വസ്തുതകളും വിവരങ്ങളും വിശദമായി ഞങ്ങൾ ആ യോഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞങ്ങൾ കൊടുത്ത പരാതികളെക്കുറിച്ച് അവർ പറയട്ടെ. ഇതെല്ലാം റിട്ടേണായി പരാതി കൊടുക്കുക മാത്രമല്ല, ഞങ്ങൾക്കതെല്ലാം അവർ സ്വീകരിച്ചതിൻ്റെ അവർ സൈൻ ചെയ്ത കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ബോധപൂർവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നതിൽ വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ കൃത്രിമം ഉണ്ടാക്കുന്ന വിധത്തിൽ നടത്തിയ കാര്യങ്ങളെ ന്യായീകരിക്കാനും വെള്ളപൂശാനും നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. തൃശൂരിലെ വ്യാജ വോട്ടിൽ നേരത്തെ പരാതി നൽകിയതാണെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പ്രതികരിച്ചു. ഇത് വലിയൊരു സീരിയസ് ആണ്. കാരണം കേരളം പോലെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഗൗരവത്തിലായിട്ട് എടുക്കണം. പിന്നെ മറ്റ് സ്റ്റേറ്റുകളുടെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തിന് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരിതുണ്ടെങ്കിൽ അദ്ദേഹം രാജി വെക്കണം. തൃശൂർ വോട്ട് ക്രമക്കേടിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ന്യൂസ് മലയാളം അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ K വിജയനുണ്ട്. ലെവിനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ലെവിൻ, ഇന്നും സ്ഫോടനാത്മകമായ കാര്യങ്ങൾ തന്നെയാണ് തൃശൂരിൽ നിന്ന് വരുന്നത്. ഓരോ വിവരങ്ങളും വരുമ്പോൾ അതെല്ലാം വലിയ ക്രമക്കേടിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് വരുന്നത്. ഇന്ന് നടന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം വിശദമായി എങ്ങനെയാണ്? ഇനിയും ഏറെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരാനുണ്ടെന്ന സൂചനകൾ തന്നെയല്ലേ ലെവിൻ ഇപ്പോഴുള്ളത്? തീർച്ചയായും സംഗീത, ഇനിയും ഈ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. കോൺഗ്രസും LDFും അത് സംബന്ധിച്ചുള്ള പരിശോധനകളിലാണ്. ഇന്ന് പ്രധാനമായും ഉണ്ടായ സംഭവങ്ങൾ, തൃശ്ശൂരിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, KP രാജേന്ദ്രൻ്റെതായിട്ടുള്ള പ്രതികരണമാണ് ഏറ്റവും പ്രധാനങ്ങളിലൊന്ന്. അത് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടുള്ള നേരിട്ടുള്ള ആരോപണമാണ്. ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം KP രാജേന്ദ്രൻ ഇലക്ഷൻ കമ്മീഷന്റെ ചീഫ് ഏജന്റായി പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തുകയും ചെയ്ത LDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റായ KP രാജേന്ദ്രൻ പറയുന്നത്, തങ്ങൾ ഉന്നയിച്ച പരാതികൾ രേഖാമൂലം നൽകുകയും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. ആ പരാതി സ്വീകരിക്കുകയും പരാതി സ്വീകരിച്ചതായി ഒപ്പിട്ട് നൽകുകയും പരാതിയുടെ തുടർ നടപടി എന്നുള്ള നിലയിൽ തങ്ങളുടെ മൊഴിയെടുക്കുകയും ചെയ്ത കമ്മീഷൻ ഇപ്പോൾ പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷനും ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളതായിരുന്നു KP രാജേന്ദ്രൻ നമ്മളോടായി പ്രതികരിച്ചിട്ടുള്ളത്. രണ്ടാമതുള്ളത് ഇരട്ട വോട്ടുകളെ സംബന്ധിച്ചാണ്. ഇരട്ട വോട്ടുകൾ എന്ന് പറയുമ്പോൾ BJPയുടെയും RSSന്റെയും ഒക്കെ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകനും ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ മേഖലാ സെക്രട്ടറിയുമായ RSS നേതാവ് ഷാജി വരവൂർ എന്ന KR ഷാജിയും ഭാര്യയും അമ്മയും വരവൂർ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലും രണ്ട് സ്ഥലങ്ങളിലായി ഒരേ സമയത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുകയും ഒരു സ്ഥലത്ത് വോട്ട് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം, മറ്റൊരു സ്ഥലത്ത് വോട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കും വ്യക്തത വരുത്താനാവില്ല. പക്ഷേ രണ്ട് സ്ഥലങ്ങളിലായി ഈ RSS നേതാവിന് വോട്ടർ പട്ടികയിൽ വോട്ടുണ്ട് എന്നുള്ളത് ക്രമക്കേടുകളുടെ സൂചനയാണ്. ആസൂത്രിതമായി ഇത്തരത്തിൽ വോട്ട് ചേർത്തതാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇനിയുള്ളത് BJPയുടെ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ അടുത്ത അനുയായിയായിട്ടുള്ള ബിജു പുളിക്കക്കണ്ടത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വോട്ടുകളാണ്. ബിജു പുളിക്കക്കണ്ടം, ഭാര്യ, മകൾ എന്നിങ്ങനെ 3 ആളുകൾക്ക് പാലാ നഗരസഭയിലും അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലും വോട്ടുണ്ട് എന്നുള്ളതാണ്. പാലാ നഗരസഭയിലെ 13ാം വാർഡായ മുരിക്കുംവയലിലാണ് ബിജു പുളിക്കക്കണ്ടത്തിൻ്റെ പാലായിലുള്ള വോട്ട്. അതേപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലെ 37ാം നമ്പർ ബൂത്തിൽ പൂങ്കുന്നത്തുള്ള ഹരിശ്രീ സ്കൂളിലാണ് ബിജു പുളിക്കക്കണ്ടത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വോട്ട്. ഇങ്ങനെ 2 സ്ഥലങ്ങളിലായി ഇവരുടെ വോട്ടുകൾ നമുക്ക് വ്യക്തമാകുന്നു. നമ്മുടെ കൊല്ലം പ്രതിനിധി ഷമീർ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം സുരേഷ് ഗോപിയുടെ സഹോദരനാണ്. തൃശ്ശൂരിൽ വോട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ
തന്നെ ഇരവിപുരത്ത് വോട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 3 ആളുകളാണ് നമ്മൾ വ്യക്തിപരമായി നടത്തിയ ന്യൂസ് മലയാളം നടത്തിയ അന്വേഷണത്തിൽ ഇരട്ട വോട്ടുകൾ ഉള്ളതായി 2 മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളതായി കണ്ടെത്താനായിട്ടുള്ളത്. ഇത് ക്രമക്കേടുകൾ കൂടുതൽ വ്യക്തമാകുന്നതിൻ്റെ തെളിവുകളും സൂചനകളുമാണ്. ഇനി മൂന്നാമതായി ഉള്ളൊരു കാര്യം KPCC വർക്കിംഗ് പ്രസിഡന്റായിരുന്ന മുൻ MP TN പ്രതാപനും DCC പ്രസിഡന്റും മുൻ MLA ആയ അനിൽ അക്കരയും ഇന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് നേരിട്ട് പരാതി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കമ്മീഷണർ ഇളങ്കോയ്ക്ക് നൽകിയ പരാതിയിൽ വ്യാജരേഖ ചമച്ചും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും കൃത്രിമമായും വോട്ട് ചേർത്തുമൊക്കെ സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും പ്രവർത്തിച്ചു. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ഒക്കെ ലംഘനമാണ്. ഗൂഢാലോചന കുറ്റം അടക്കം ചുമത്തി ഇവർക്കെതിരെ കേസെടുക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. ആ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് പരാതി നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡാറ്റ സ്റ്റഡി നടത്തും. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നടത്തും. 2 ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് TN പ്രതാപൻ പറഞ്ഞത്. അല്പസമയങ്ങൾക്ക് മുൻപ് BJPയുടെ നേതാവായിട്ടുള്ള B ഗോപാലകൃഷ്ണനും വാർത്താ സമ്മേളനം നടത്തി. ഗോപാലകൃഷ്ണൻ പറയുന്നത് സുരേഷ് ഗോപിയുടെ ജയത്തിൽ കോൺഗ്രസിനും LDFിനും അസൂയയാണ്. അസൂയയ്ക്ക് മരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓരോ ദിവസവും അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. K മുരളീധരനെതിരെ TN പ്രതാപനെതിരെ തെളിവുകൾ ഹാജരാവുകയാണ്. ഓരോ സമയവും അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യമായി മാറുന്നത്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ K വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.